Let's start with a word of prayer. പ്രാർത്ഥനയോടെ ആരംഭിക്കാം. Father, we thank you, Lord, for the vision. കർത്താവേ, ദർശനത്തിനായി നന്ദി പറയും. Father, we pray, Lord, we need a harvest in the nations, Lord. പിതാവേ, ഞങ്ങൾ ചോദിക്കുന്നു, ദേശങ്ങളിൽ രാജ്യങ്ങളിൽ ഞങ്ങൾക്കൊരു കൊയ്ത്ത് വേണം. Lord, you said, ask and I will give you the nations. അങ്ങ് പറഞ്ഞല്ലോ, ചോദിക്കുമ്പോൾ ഞാൻ രാജ്യങ്ങളെ നിങ്ങൾക്ക് നൽകും. In this little town, in this small place, Father, we ask of the nations. കർത്താവേ, ഈ ഒരു പട്ടണത്തിൽ, ഈ ചെറിയ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ രാജ്യങ്ങളെ ചോദിക്കുന്നു. Lord, you said ask, and we are asking right now together in the name of the Lord Jesus, and you will give it to us. അങ്ങ് പറഞ്ഞു, ചോദിപ്പിൻ, ഞാൻ നിങ്ങൾക്ക് നൽകും എന്നുള്ളത് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുകയാണ്, അങ്ങ് ഞങ്ങൾക്ക് നൽകും. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. We have been hearing about the Remnant series. നാം ശേഷിപ്പിൻ്റെതായിട്ടുള്ള ആ പരമ്പര നാം കേൾക്കുകയുണ്ടായി. Last week we heard from Pastor Jijo about the faithfulness of the remnant. ഈ ശേഷിപ്പിൻ്റെതായിട്ടുള്ള വിശ്വസ്തതയെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ ജോൽ നിങ്ങൾ കേട്ടു. Before that we heard the remnant would pray. ശേഷിപ്പ് പ്രാർത്ഥിക്കും എന്ന് നാം അതിനു മുമ്പായി കേട്ടു. Before that we heard a series about the remnant. അതിനുശേഷം ശേഷിപ്പിനെ കുറിച്ചുള്ള പരമ്പര തന്നെ നമ്മൾ കേട്ടു. Matthew 4:17. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. The Bible says, from that time Jesus began to preach and say, repent, for the kingdom of heaven is near. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. Many people think that repentance is for the lost. പല വ്യക്തികളും ചിന്തിക്കുന്നത് ഈ അനുതപിക്കുക എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ്. They say that repentance is the first word of the gospel. അവർ പറയുന്നത്, അതായത് ഇപ്രകാരം, ഈ സുവിശേഷത്തിന്റെ ആദ്യത്തെ വാക്കാണ് അനുതാപം. It is not even grace, it is not even blessing. അത് കൃപയല്ല, അനുഗ്രഹമാണ്. The first word of the gospel is repent. സുവിശേഷത്തിന്റെ ആദ്യത്തെ വാക്കെന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. In fact, from the book of Matthew through Revelation, repentance is an urgent and an indispensable theme of the Bible. മത്തായിയുടേതായിട്ടുള്ള സുവിശേഷം തൊട്ട് വെളിപ്പാട് വരെ നാം നോക്കുമ്പോൾ തന്നെ തിരുവചനത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത, പെട്ടെന്ന് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. It's a foundation stone of the gospel message from Matthew through Revelation. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകം വരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉപദേശമാണ് മാനസാന്തരം. Not only was repentance the first word of the gospel, it's also the last word of the gospel. അത് സുവിശേഷത്തിന്റെ, മാനസാന്തരം എന്ന് പറയുന്ന സുവിശേഷത്തിന്റെ ആദ്യ വാക്ക് മാത്രമല്ല, അവസാന വാക്കും. The remnant would repent. ശേഷിപ്പ് അനുതപിക്കും. And they make repentance their lifestyle. അത് ഈ മാനസാന്തരം എന്നുള്ളത് അവരുടെ ജീവിത ശൈലിയായിരിക്കും. Today I want to tell the church, repentance is for everyone. എന്നാൽ ഞാൻ ഇന്ന് സഭയോട് പറയുകയാണ്, ഈ ശേഷിക്കുക എന്ന് പറയുന്ന, അതായത് ഈ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്. So we saw in the book of Matthew 4, Jesus starts by saying, repent, for the kingdom of heaven is at hand. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുകയാണ്, യേശുക്രിസ്തു ഇത് പറഞ്ഞ് ആരംഭിക്കുകയാണ്, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുക. Now let's look at the last word of Jesus on Luke 24:47-49. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 49-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു 47-49. 47 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ അവസാനത്തെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. Let's read in Malayalam. അത് നമുക്ക് വായിക്കാം. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. നിങ്ങളുടെ മേൽ എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. Repentance was also one of the last words of Jesus on the earth. മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞ അവസാന വാക്കുകളിൽ ഒന്നായിരുന്നു. We think repentance is for high profile sinners. നാം ഒരുപക്ഷെ ചിന്തിക്കുന്നത് ഈ മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് കൂടിയ പാപികൾക്കാണെന്ന് ചിന്തിക്കും. Today I want to tell the church, every person is a sinner and every sinner must repent before God. ഞാൻ നിങ്ങളോട് ഇന്ന് പറയട്ടെ, അതായത് എല്ലാവരും പാപികളാണ്. ഏതൊരു പാപിയും ദൈവമുമ്പാകെ മാനസാന്തരപ്പെടേണ്ടതാകും. Repentance is for pastors and prophets. പാസ്റ്റർമാർക്കും പ്രവാചകന്മാർക്കും ഉള്ളതാണ് മാനസാന്തരപ്പെടുക. We don't get it right all the time. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും ശരിയായിട്ടൊന്നും ചെയ്യാൻ പറ്റാറില്ല. Millions are trying to receive Jesus as the Lord without making their path straight by repentance. എത്രയോ ദശലക്ഷക്കണക്കിന് ആൾക്കാർ അവരുടേതായുള്ള വഴികൾ അതിൽ നിരപ്പ് പ്രാപിക്കാതെ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ ശ്രമിക്കുകയാണ്. They say in mathematics a line is defined as the shortest distance between 2 points. അവർ ഇപ്രകാരം ഗണിതശാസ്ത്രത്തിൽ പറയുന്നത്, ഒരു രേഖ എന്ന് പറയുന്നത് രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള ഏറ്റവും കുറഞ്ഞ ദൂരമാണെന്നാണ് പറയുന്നത്. When you make your path straight with the Lord, you're so close to him. നിങ്ങൾ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ ഭൂതകാലം അത് നിരപ്പ് പ്രാപിക്കുമ്പോൾ ദൈവവുമായിട്ട് നിങ്ങൾ ഏറെ അടുത്തു വന്നിരിക്കും. You're very near to him.
നിങ്ങൾ ദൈവവുമായിട്ട് ഏറെ അടുത്തു വന്നിരിക്കുന്നു. I remember when I was in the 5th standard, ഞാൻ ഓർക്കുന്നു, ഞാൻ 5ാം ക്ലാസ്സിൽ ആയിരുന്നപ്പോൾ I hurt my earthly father. എൻ്റെ ഭൂമിയിലുള്ള പിതാവ് പറയുന്നത്, I hurt him. ഞാൻ അദ്ദേഹത്തെ വേദനിപ്പിച്ചു. And I went to the time where I just confessed before the Lord and I said, Lord, I'm sorry for hurting my father. അതിനുശേഷം ഞാൻ ദൈവവുമായിട്ടുള്ള സമയത്തിൽ ഞാൻ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എൻ്റെ പിതാവിനെ വേദനിപ്പിച്ചു. I still remember the presence of the Lord came upon me. ഞാൻ ഓർക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ മേൽ വന്നു. Hallelujah. Hallelujah. That's what happened when you repent before God. നാം ദൈവമുമ്പാകെ മാനസാന്തരപ്പെടുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. I want to say to you, there is a power of repentance. ഞാൻ നിങ്ങളോട് പറയട്ടെ, മാനസാന്തരത്തിൽ വലിയ ശക്തിയുണ്ട്. Matthew 3 verse 1 to 6. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, I want you to listen very carefully. I'm going to give you a bird's eye view of the ministry of John the Baptist. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. അതായത് ഈ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയെക്കുറിച്ച് വളരെ വലിയതായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നു. ആ കാലത്ത് യോഹന്നാൻ സ്നാപകൻ വന്ന് യഹൂദ്യ മരുഭൂമിയിൽ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന്റെ വഴി ഒരുക്കി അവന്റെ പാത നിരപ്പാക്കുവിൻ എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞവൻ ഇവൻ തന്നെ. യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറുമുണ്ടായിരുന്നു. അവന്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. അന്ന് യെരുശലേമ്യരും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്നു. തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞതുകൊണ്ട് യോർദാൻ നദിയിൽ അവർ സ്നാനമേറ്റു. He got a nation ready. ഒരു രാജ്യത്തെ ഒരുക്കുകയാണ്. How did he get a nation ready? എങ്ങനെയാണ് താൻ ഒരു രാജ്യത്തെ ഒരുക്കിയത്? He got a nation ready by repenting. മാനസാന്തരപ്പെടുന്നതിലൂടെ ഒരു രാജ്യത്തെ ഒരുക്കി. You know, the message of repentance is not big fashion in today's Christian world. മാനസാന്തരത്തിന്റെ ദൂത് എന്ന് പറയുന്നത് ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിൽ അത് വലിയ ഒരു രസമുള്ള ഒരു കാര്യമല്ല. But in that day it was the voice of God crying out in the wilderness. എന്നാൽ അന്നത്തെ കാലത്ത് മരുഭൂമിയിൽ അത് ദൈവത്തിൻ്റെതായിട്ടുള്ള ശബ്ദമായിരുന്നു. When the nation was readied by repentance, Jesus came and did signs and wonders. ആ രാജ്യം മാനസാന്തരത്തിലൂടെ ഒരുങ്ങിയപ്പോൾ യേശുക്രിസ്തു വന്ന് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ തുടങ്ങി. The Bible says the entire region came to John. അവിടെ തിരുവചനം പറയുന്നത് ആ പ്രദേശം ഒക്കെയും യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ വന്നു. What were the kind of people that came to John? അവിടെ ഉണ്ടായിരുന്ന ഏത് തരത്തിലുള്ള വ്യക്തികളാണ് യോഹന്റെ അടുക്കൽ It വന്നത്? was the tax collectors, അത് ചുങ്കക്കാരാകുന്നു. the hardened people, അപ്പോൾ ഹൃദയം കഠിനപ്പെട്ടവർ, the hungry, വിശപ്പുള്ളവർ, the army, സൈന്യത്തിലുള്ളവർ, the sinners, പാപികൾ, the prostitutes. അവിടെ വേശ്യകൾ, They all came and heard the same call, repent. അവരെല്ലാവരും വന്ന് ആ ഒരേ വിളി കേൾക്കുകയാണ്, മാനസാന്തരപ്പെടുക. But the religious fellows, the Pharisees, they did not come. എന്നാൽ അവിടെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ചില പ്രമാണിമാർ, അവർ പരീശന്മാർ, അവരിത് കേൾക്കുന്നില്ല. That is why Jesus could not do signs and wonders, because they had not repented. അവർ മാനസാന്തരപ്പെടാഞ്ഞതുകൊണ്ട് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ, അടയാളങ്ങൾ ചെയ്യുവാൻ യേശുവിന് കഴിഞ്ഞില്ല. But Jesus called the tax collectors. എന്നാൽ യേശുക്രിസ്തു ചുങ്കക്കാരെ He വിളിച്ചു. called the fishermen. യേശുക്രിസ്തു മുക്കുവന്മാരെ He വിളിച്ചു. called the prostitutes. യേശു വേശ്യകളെ വിളിച്ചു. Because the nation was ready with repentance. കാരണം ആ രാജ്യം, ആ ദേശം അനുതാപത്താൽ ഒരുങ്ങിയിരുന്നു. The move of God through repentance came before the move of God through Jesus. യേശുക്രിസ്തുവിലൂടെയുള്ള ചലനത്തിന് മുമ്പാകെ മാനസാന്തരത്തിലൂടെയുള്ള ദൈവത്തിൻ്റെതായിട്ടുള്ള ആ ചലനം അവിടെ സംഭവിച്ചു. That is why the message of John the Baptist was so important. അതുകൊണ്ടായിരുന്നു, അതായത് യോഹന്നാൻ സ്നാപകന്റെ ആ ദൂത് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. Without John's call to repentance, the hearts of people would not have been ready for the king and the kingdom. യോഹന്നാൻ സ്നാപകന്റെ അനുദപിക്കുവാനായിട്ടുള്ള ആ വിളിയില്ലാതെ ആ രാജാവിന് വേണ്ടി ആ രാജ്യം ഒരുങ്ങുവാൻ കഴിയുകയില്ലായിരുന്നു. Oh, the whole nation came. ആ രാജ്യം മുഴുവനും വന്നു. And therefore the whole nation saw Jesus. ആ രാജ്യം മുഴുവനും അത് മുഖാന്തരം യേശുവിനെ കണ്ടു. The word became flesh and dwelt among them. ആ ജഡം ഇപ്രകാരം വചനം ജഡമായി അവരുടെ ഇടയിൽ പാർത്തു. And he did signs and wonders because their hearts was ready with repentance. അവരുടെ ഹൃദയം മാനസാന്തരം മുഖാന്തരം ഒരുക്കപ്പെട്ടതുകൊണ്ട് യേശുക്രിസ്തുവിന് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ Turn to the കഴിയും. person next to you and say, are you ready with repentance? അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കാമോ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഒരുങ്ങിയിരിക്കുന്നു എന്ന് ചോദിക്കാമോ? Tell a person next to you, say, I need repentance. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, എനിക്ക് അനുതാപത്തിന്റെ ആവശ്യമുണ്ട്. So we have to understand what is repentance. നാം മനസ്സിലാക്കണം എന്താണ് ഈ മാനസാന്തരം. Luke 3 verse 1 to 6, we already saw that in the previous verses, from the book of Matthew also. ലൂക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷത്തിനകത്തുമെല്ലാം നാം അല്പവാക്യങ്ങൾ കാണുകയുണ്ടായി. But let's read verse 5
from Luke chapter 3. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എല്ലാ താഴ്വരയും നികന്നു വരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. So what is the concept of repentance? എന്താണ് ഈ മാനസാന്തരം എന്നുള്ളതിന്റെ ആ ചിന്ത? In verse 4 it says, prepare the way of the Lord, make his path straight. 4-ാമത്തെ വാക്യം പറയുന്നത് കർത്താവിന്റെ വഴി ഒരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ. Repentance makes the path straight between the Lord and the repenting person. അതായത് മാനസാന്തരം എന്ന് പറയുന്നത് മറുതലിക്കുന്ന വ്യക്തിയും ദൈവവുമായിട്ടുള്ള ആ പാത അതിനെ നിരപ്പാക്കും. This is a pattern for the Lord's church based on the word of God. ഇത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിന്റെ സഭയ്ക്കുള്ള ഒരു രീതി തന്നെയാണ്. Repent, അനുതപിക്കുക, believe, വിശ്വസിക്കുക, be baptized, സ്നാനപ്പെടുക. hallelujah, ഹല്ലേലൂയ. and then not only that, then is the acts of the Holy Spirit through you and in you. അത് മാത്രമല്ല, അതിനുശേഷം പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള പ്രവൃത്തികൾ നിങ്ങളിലൂടെ നിങ്ങളുടെ മേലും വരുന്നു. Repeat with me, repent, എന്നോട് ചേർന്ന് പറഞ്ഞാട്ടെ, മാനസാന്തരപ്പെടുക, believe, വിശ്വസിക്കുക, be baptized, സ്നാനപ്പെടുക. then the acts of the Holy Spirit അപ്പോൾ പരിശുദ്ധാത്മ പ്രവൃത്തികൾ through me എന്നിലൂടെയും and in me. എന്റെ അകത്തും. You know, repentance is like a spiritual highway project. മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ഒരു ഹൈവേ പ്രോജക്റ്റ് പോലാണ്. Verse 5 it says, you know, every valley shall be filled. 5-ാമത്തെ വാക്യം പറയുന്നത് എല്ലാ താഴ്വരയും നികന്നു വരും. God wants you to pick up your low self-worth. ദൈവത്തിൻ്റെതായിട്ടുള്ള നിങ്ങളെക്കുറിച്ചുള്ള ആ കുറഞ്ഞ മൂല്യത്തെക്കുറിച്ചുള്ള ചിന്താഗതി അത് ഉയർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Every mountain and hill brought low, every pride needs to come down. എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. Crooked places made straight. ദുർഘടമായ നിരന്ന വഴിയായി തീരും. Every sin, every hidden sin needs to come out. എല്ലാ ഒളിഞ്ഞു കിടക്കുന്നതായിട്ടുള്ള പാപവും പുറത്തു വരേണ്ടിയിരിക്കുന്നു. Smoothing rough places, fixing character flaws. പരുക്കനായിരിക്കുന്ന സ്വഭാവത്തിൻ്റെതായിട്ടുള്ള മേഖലകളെല്ലാം അതിൽ ഒരു മാർദ്ദവമുള്ള അനുഭവം വരേണ്ടിയിരിക്കുന്നു. Repentance is like clearing a highway of holiness to and from God. മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നും ദൈവത്തിന്റെ അടുക്കലേക്കുമുള്ള ആ ആത്മീയമായിട്ടുള്ള ആ വഴിയെ ചൊവ്വാക്കുന്നതാക്കുന്നു. An unrepentant heart is a clogged highway. ഇപ്രകാരം അനുദപിക്കാത്ത അല്ലെങ്കിൽ മാനസാന്തരപ്പെടാത്ത ഹൃദയം എന്ന് പറയുന്നത് അത് ട്രാഫിക് ജാം പോലെ തിങ്ങി നിൽക്കുന്നതായിട്ടുള്ള ഒരു ഹൈവേ ആണ്. There is nothing to and from God. അവിടെ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാൻ ഒന്നും കഴിയുകയില്ല. The Pharisees hated John because he preached repentance. പരീശന്മാരാണെങ്കിലോ യോഹന്നാൻ സ്നാപകനെ വെറുത്തത് താൻ മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിച്ചത് കൊണ്ടാണ്. Repentance is removing every obstacle between you and God. മാനസാന്തരം എന്ന് പറയുന്നത് നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ നടുക്ക് കിടക്കുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റുക എന്നുള്ളത്. If you look at the book of Revelation, Jesus calls 5 out of the 7 churches to repent. നിങ്ങൾ തിരുവചനത്തിൽ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 7 സഭയിൽ 5 സഭയോടും തിരുവചനം പറയുന്നത്, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുദപിക്കുവാനാണ്. Which means 2/3 of the churches is saying repent. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 3/2 ഭാഗമുള്ള ആ സഭകളോട് പറയുകയാണ് അനുദപിക്കുക അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക. And today Jesus is also telling us to repent. ഇന്ന് യേശുക്രിസ്തു സഭയായ നമ്മോടും പറയുകയാണ് മാനസാന്തരപ്പെടുക. Without repentance there is no holiness. മാനസാന്തരപ്പെടാതെ വിശുദ്ധിയില്ല. The fruit of repentance is ongoing transformation. മാനസാന്തരത്തിന്റെ ഫലം എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള രൂപാന്തരമാണ്. You know, many people think repentance is past confession. പല വ്യക്തികളും ചിന്തിക്കുന്നത് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് പഴയ പാപങ്ങളെ കുറിച്ച് ഏറ്റുപറയുന്നതാണ്. It is ongoing transformation. അത് നിരന്തരമായിട്ടുള്ള അനുദിനമായിട്ടുള്ള രൂപാന്തരമാണ്. I want to tell you, a repentant heart is a highway for God. ഞാൻ നിങ്ങളോട് പറയട്ടെ, അനുദപിക്കുന്നതായിട്ടുള്ള ഹൃദയം എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള ഒരു ഹൈവേ ആണ്. But I also want to warn you, an unrepentant heart is a highway for the demonic. എന്നാൽ ഇതും ഞാൻ പറയട്ടെ, അനുദപിക്കാത്ത മാനസാന്തരപ്പെടാത്ത ഹൃദയം എന്ന് പറയുന്നത് പൈശാചിക മണ്ഡലത്തിനുള്ള ഒരു ഹൈവേ ആണ്. Because if you are unrepentant, the enemy will have legal ground in your life. കാരണം നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ശത്രുവിന് നിങ്ങളുടേതായിട്ടുള്ള ആ ജീവിതത്തിൽ നിയമപരമായിട്ടുള്ള ഒരു അധികാരം ലഭിക്കുകയാണ്. So in Luke 24 we saw how Jesus said that repentance and remission of sins should be preached. ലൂക്കോസിന്റേതായിട്ടുള്ള സുവിശേഷത്തിന്റെ 24-ാം അധ്യായത്തിൽ നാം കാണുകയാണ് ഇപ്രകാരം അനുതാപത്തെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച്, പാപമോചനത്തെക്കുറിച്ച് എല്ലാം പ്രസംഗിക്കപ്പെടേണ്ടത് ആവശ്യത്തെക്കുറിച്ച്. So we need to also understand what is sin. എന്താകുന്നു പാപം എന്നുള്ളത് നാം മനസ്സിലാക്കണം. Oh, some of you are looking, I know all that. നിങ്ങൾ ചിലർ എന്നെ നോക്കുന്നത് കാണുമ്പോൾ തോന്നുന്നു എല്ലാം എനിക്കറിയാം. You know, in Hebrews 6
എബ്രായ ലേഖനത്തിന്റെ 6-ാം അധ്യായം. the author talks about the foundation of repentance from dead works. അപ്പോൾ നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള ആ മോചനത്തെക്കുറിച്ച് അതിന്റെ അടിസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണ്. Actually, that's a wrong translation. അത് തെറ്റായിട്ടുള്ളൊരു തർജ്ജമയാണ്. If you look into the Greek Bible, നിങ്ങൾ ഗ്രീക്ക് ബൈബിൾ, യവന ബൈബിളിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, it says that it's repentance from works of death. അതായത് മരണത്തിന്റെ പ്രവർത്തി, അല്ലെങ്കിൽ നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം. Works of death is works of sin. അപ്പോൾ മരണത്തിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ പാപപ്രവർത്തികളാണ്. So sin works death in us. പാപം നമ്മളിൽ മരണത്തെ കൊണ്ടുവരുന്നു. Death is separation from God. It's that clogged highway. മരണം എന്ന് പറയുന്നത് ഇപ്രകാരം ഈ ഹൈവേയിൽ തടസ്സമുള്ളത് കൊണ്ട് ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥ. Many people do not have a correct understanding of what sin is. അനേക വ്യക്തികൾക്ക് പാപത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെ മനസ്സിലായിട്ടില്ല. So today I want to lay some foundations on what is sin. അതുകൊണ്ട് പാപം എന്താണെന്നുള്ളതിന്റെ ചില അടിസ്ഥാനം ഞാൻ നേടാൻ Sin ആഗ്രഹിക്കുകയാണ്. is more than just breaking a rule. എങ്ങനെയെങ്കിലും ഒരു കൽപ്പന അത് ലംഘിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ എത്രയോ ഉപരിയാണ് പാപം എന്ന് പറയുന്നത്. Bible scholars have defined sin in 7 ways. വചന പണ്ഡിതർ പാപത്തെ 7 രീതിയിൽ ഇപ്രകാരം പരിചയപ്പെടുത്തുന്നു. And being a student of theology, I have added the 8th one. ഞാനൊരു ദൈവശാസ്ത്ര പഠിക്കുന്ന ഒരു വ്യക്തി, അതുകൊണ്ട് ഞാൻ 8ാമത്തെയും കൂടെ ചേർത്തിട്ടുണ്ട്. I won't say which is the one. ഏതാണെന്ന് ഞാൻ പറയത്തില്ല. The first one is missing the mark. ആദ്യത്തേത് എന്ന് പറയുന്നത് ലക്ഷ്യസ്ഥാനം നഷ്ടമാകുക. The Bible talks about the heart of God. തിരുവചനം നമ്മെ ദൈവഹൃദയത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു. The second is passing over or the transgression of a line. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഒരു രേഖ മുറിച്ചു കടക്കുക, അല്ലെങ്കിൽ ലംഘനം എന്ന് പറയുന്നു. You cross a boundary with somebody. ആരുടെയോ ഒരു അതിർത്തി ലംഘിച്ച് നിങ്ങൾ മുന്നേറുകയാണ്. Even with God, you cross the boundary. ദൈവവുമായിട്ടുള്ള ആ അതിർത്തി നിങ്ങൾ ലംഘിക്കുകയാണ്. When you question God, ദൈവത്തെ നിങ്ങൾ ചോദ്യം when you ചെയ്യുമ്പോൾ, have bitterness towards somebody, ഏതെങ്കിലും വ്യക്തിയോട് കയ്പിന്റെ അനുഭവത്തിലായിരിക്കുമ്പോൾ, you are transgressing. നിങ്ങൾ അപ്രകാരം ഒരു ലംഘനം നടത്തുകയാണ്. The third is the iniquity in us. മൂന്നാമതായിട്ട് നമ്മുടെ അകത്തുള്ള അതിക്രമം. The sin has now become a pattern in us. ആ പാപം ഒരു പാപത്തിന്റെ രീതിയായി മാറിയിരിക്കുന്നു. Some of you are feeling condemned already. നിങ്ങൾ ചിലർക്ക് ഇപ്പോൾ തന്നെ കുറ്റം വിധിക്കപ്പെട്ടതുപോലെ തോന്നുകയാണ്. I want to tell you, do not feel condemned. Repentance is God's way for us. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കുറ്റം വിധിക്കപ്പെടുകയല്ല ചെയ്യേണ്ടത്, എന്നാൽ മാനസാന്തരപ്പെടുകയാണ് ചെയ്യേണ്ടത്. I want to say there's a good news. Jesus died for us for all our sins. Hallelujah. ഞാൻ നിങ്ങളോട് ഒരു സുവാർത്ത പറയട്ടെ, യേശുക്രിസ്തു നമ്മുടെ സകലരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. Look at the person next to you. Jesus died for me. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞാട്ടെ. We have all broken this. നമ്മൾ എല്ലാവരും ഇതിൽ ലംഘനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. There is an iniquity in us. നമ്മുടെ അകത്ത് പാപരീതികളുണ്ട്. The sinful nature, the behavior. നമ്മുടെ അകത്തുള്ള പാപത്തിൻ്റെതായിട്ടുള്ള സ്വഭാവങ്ങൾ. The fourth is called the disobedience to a voice. നാലാമതായിട്ട് ദൈവത്തിൻ്റെതായിട്ടുള്ള ശബ്ദത്തിനോടുള്ള അനുസരണക്കേട്. Yes, disobedience to a voice. It's told very generically, disobedience to a voice. അപ്പോൾ ഇപ്രകാരം ഈ ശബ്ദത്തോടുള്ള അനുസരണക്കേട്, The audible voice of God. ദൈവത്തിന്റെ കേൾക്കുന്ന ശബ്ദം, Or the voice of the Holy Spirit. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സ്വരം, Or the voice of God when God is speaking to somebody else. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ദൈവം ഇടപെടുമ്പോൾ അതിനോടുള്ള അനുസരണക്കേട്. The fifth one അഞ്ചാമതായിട്ട് is falling when one should stand straight. ഉറച്ചു നിൽക്കേണ്ട സമയത്ത് വീണു പോകുക. Adam, when he should have stood for Eve, he was found absent. ആദാമിനെ സംബന്ധിച്ച് ഹവ്വയ്ക്ക് വേണ്ടി നിൽക്കേണ്ടപ്പോൾ താൻ അവിടെ ഇല്ലായിരുന്നു. When he should have declared what God spoke through him, he did not say that. ദൈവം തന്നിലൂടെ എന്ത് പറഞ്ഞുവോ അത് പ്രസ്താവിക്കേണ്ട സമയത്ത് താൻ അവിടെ ഇല്ലായിരുന്നു. Fathers not providing for your children. പിതാക്കന്മാര് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നൽകാതിരിക്കുക. Mothers not loving their children. അമ്മമാര് തങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാതിരിക്കുന്നു. Amen. That's the fifth one. Falling when one should stand straight. അപ്പോൾ നിൽക്കേണ്ട സമയത്ത് വീഴുക എന്നുള്ളതാകുന്നു അഞ്ചാമത്തേത്. Sixth one, ആറാമത്തേത് is ignorance of what one should have known. ഒരു വ്യക്തി അറിയേണ്ട കാര്യങ്ങളെല്ലാം അറിവില്ലാതിരിക്കുക എന്ന്. You have not read the word of God. നിങ്ങൾ തിരുവചനം വായിച്ചിട്ടില്ല. Hallelujah. Hallelujah. Ignorance of what God's word says. ദൈവവചനം പറയുന്ന കാര്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. In fact, our constitution also says the same thing. Ignorance of the law is not an excuse. നമ്മുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അതും ഇത് തന്നെയാണ് പറയുന്നത്. അതായത് നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഒരിക്കലും ഒരു ഒഴിവുകഴിവായിട്ട് പറയാൻ കഴിയുകയില്ല. The seventh is the diminishing of what should have rendered in full.
അപ്പോൾ ഏഴാമത്തത് പൂർണ്ണമായി നൽകേണ്ട ഒരു കാര്യത്തിൽ കുറഞ്ഞ രീതിയിൽ ചെയ്യുക എന്നുള്ളത്. King Saul, he obeyed God in half. ശൗൽ രാജാവാണെങ്കിലോ പകുതി ഉള്ള രീതിയിലാണ് ദൈവത്തെ അനുസരിച്ചത്. The diminishing of what should have when God wants us to give our tithes. ദൈവത്തിന് നമ്മുടെ ദശാംശം പൂർണ്ണമായി കൊടുക്കേണ്ടപ്പോൾ We think nobody is seeing. നാം ചിന്തിക്കുന്ന ആരും കാണുന്നില്ലല്ലോ. When God have told everything, you give that whole thing to me. ദൈവം പറയുക അത് മുഴുവൻ നീ എനിക്ക് താ എന്ന് പറഞ്ഞപ്പോൾ, Not to me, to him. എനിക്കല്ല ദൈവത്തിന്. That diminishing of what should have been rendered in full. അപ്പോൾ ആ മുഴുവനായി കൊടുക്കേണ്ടത് അപ്രകാരം കൊടുക്കാതിരിക്കുമ്പോൾ, Ananias and Sapphira. അനന്യാസും സഫീറയും. The eighth one is the non-observance of a law. എട്ടാമത്തേത് എന്ന് പറയുന്നത് ഒരു നിയമം അത് ചെയ്യാതിരിക്കുക. What is the non? Jesus said, love your God with all your heart, with all your mind, with all your soul, with all your strength. യേശുക്രിസ്തു പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായിട്ടുള്ള ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. Love your neighbor as yourself. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. Non-observance of God's law. ദൈവത്തിൻ്റെതായിട്ടുള്ള വചനത്തെ അത് ചെയ്യാതിരിക്കുമ്പോൾ. The ninth one. ഒൻപതാമത്തേത്. I want you to listen to this very carefully. വളരെ ശ്രദ്ധയോടെ കേൾക്കണമേ. Discord in the harmonies of God's universe. ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രപഞ്ചത്തിൽ ഉള്ള ക്രമമില്ലായ്മ. God has put godly order in the home. ദൈവം ഭവനത്തിൽ ഒരു ദൈവിക ക്രമം വെച്ചിട്ടുണ്ട്. God has put godly order in your office, in your nation. നിങ്ങളുടേതായിട്ടുള്ള ഓഫീസിൽ, രാജ്യത്തിൽ എല്ലാം ദൈവിക ക്രമം വെച്ചിട്ടുണ്ട്. Creating a discord there, God hates it. God calls that sin. അവിടെ ആ ക്രമം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, അത് ദൈവം അതിനെ പാപം എന്ന് വിളിക്കുന്നു. And I want to look at this 9. ഈ ഒൻപതാമത്തെ കാര്യവും ഞാൻ നോക്കാൻ ആഗ്രഹിക്കുക. And say all these 9. ഈ 9 കാര്യങ്ങളും. And I hope all of you agree with me. നിങ്ങൾ എന്നോട് ചേർന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു. All have sinned and fallen short of glory of God. നാം എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സ് നഷ്ടമാക്കി. If you are in that category, അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലാകുന്ന നിങ്ങളെങ്കിൽ, repentance is needed for the remission of sins. മാനസാന്തരം എന്ന് പറയുന്നത് പാപമോചനത്തിന് ആവശ്യമാണ്. So we saw what is sin. അതുകൊണ്ട് പാപം എന്ന് നാം കണ്ടു. We have a skewed view of sin. നമുക്ക് പലപ്പോഴും ഈ പാപത്തെക്കുറിച്ച് വികലമായിട്ടുള്ള ചിന്താരീതിയാണ്. Now when we say that we have repentance, ഇപ്പോൾ അതായത് നാം മാനസാന്തരത്തെക്കുറിച്ച് പറയുമ്പോൾ, we also have a skewed view of repentance. നമുക്ക് അനുതാപത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാനസാന്തരത്തെക്കുറിച്ചും പലപ്പോഴും തെറ്റായ ചിന്തയാണുള്ളത്. There are 6 marks of repentance. അനുതാപത്തെക്കുറിച്ച്, മാനസാന്തരത്തെക്കുറിച്ച് 6 അടയാളങ്ങളുണ്ട്. Of true repentance. ഒരു ശരിയായിട്ടുള്ള മാനസാന്തരം. There is false repentance also. തെറ്റായിട്ടുള്ള മാനസാന്തരവുമുണ്ട്. Hallelujah. Hallelujah. Yesterday we were outside. We came home around 4:35. ഞങ്ങൾ ഇന്നലെ പുറത്തായിരുന്നു. ഞങ്ങൾ 4:30-5 മണി ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ച് ഭവനത്തിലെത്തിയത്. And when we came home, we saw that our dog was missing. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ നായയെ കാണാനില്ല എന്ന് ഞങ്ങൾ കണ്ടു. It sneaked through the gate. അത് ഗേറ്റിന്റെ അടിയിൽ കൂടെ പോയി. In fact, it's not the first time; it's multiple times now. ആദ്യമായിട്ടല്ല, ഇപ്പോൾ പലതവണയായി. After finding it, after 1 hour of looking forth, and we found some good Samaritan had kept the dog safe. അപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം അന്വേഷിച്ചപ്പോഴത്തേക്കും ഏതോ ഒരു നല്ല ശമരിയക്കാരൻ അതിനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. And when I came home, I took the dog. I looked into his eyes. അപ്പോൾ her eyes. അപ്പോൾ തിരിച്ച് ആ നായയെ എടുത്തിട്ട് ഞാൻ അതിന്റെ കണ്ണിലേക്ക് നോക്കി. I didn't have words of love because a lot of love my children are pouring out. കാരണം എനിക്ക് ഒത്തിരി സ്നേഹത്തിന്റെ വാക്കുകളില്ലായിരുന്നു, കാരണം അതിന് ആവശ്യമുള്ളത് അത്രയും എന്റെ കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട്. And I looked into it, I am like saying, you unrepentant dog. അപ്പം അതിനെ കണ്ടിട്ട് എനിക്ക് പറയണം തോന്നി, മാനസാന്തരമില്ലാത്ത നായ എന്ന് പറയണമെന്നുണ്ടായിരുന്നു. Because it has been multiple times. കാരണം ഇത് പലതവണയായി. It looks out on the outside that world is very good. അപ്പോൾ പുറത്തുള്ള ലോകം നല്ലതാണെന്ന് ചിന്തിക്കുന്നെന്ന് തോന്നുന്നു. On the inside we are so cruel masters. നമ്മുടെ അകത്ത് നാം വളരെ ക്രൂരതയുള്ളതായിട്ടുള്ള യജമാനന്മാരാണ്. But I am thinking better repent for your own safety. എന്നാൽ നിന്റെ സുരക്ഷിതത്തിന് വേണ്ടി നീ അനുതപിക്കുന്നത് നല്ലതായിരിക്കും. 2 Corinthians 7 verse 8 to 11. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ, Let's read in Malayalam. നമുക്ക് അത് മലയാളത്തിൽ വായിക്കാം. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുതപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറേ നേരത്തേക്കെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് മുമ്പേ അനുതപിച്ചുവെങ്കിലും ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാൽ അത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നിലും ഛേദം വരാതെ വണ്ണം ദൈവഹിതപ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു.
ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്ന് എല്ലാ വിധത്തിലും കാണിച്ചിരിക്കുന്നു. Amen. So what are the first sign of repentance, true repentance? എന്താകുന്നു ഒരു യഥാർത്ഥ മാനസാന്തരത്തിന്റെ ആദ്യത്തെ അടയാളം? It says that what diligence it produced in you, what clearing of yourself. എത്രമാത്രം നിങ്ങളെ നിർമ്മലനാക്കുവാനായിട്ട് എത്രമാത്രം നിങ്ങളിൽ ആ ഉത്സാഹം ജനിപ്പിച്ചു എന്നുള്ളത്. The first sign of repentance is earnestness. ഇപ്പോൾ ആദ്യത്തെ ആ അനുതാപത്തിൻ്റെതായുള്ള മാനസാന്തരത്തിന്റെ അടയാളം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്സാഹം അതിനെക്കുറിച്ചുള്ളത്. Repentance is when you have a genuine concern to get right with God. ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിക്കുവാനായിട്ട് യഥാർത്ഥമായിട്ട് നിങ്ങളുടെ അകത്തുള്ള ആ താല്പര്യം, അത് മാനസാന്തരത്തെ കാണിക്കും. It is not a casual prayer. അത് നിസ്സാരമായിട്ടുള്ള പ്രാർത്ഥനയല്ല. It is not just a prayer of tears. അത് കണ്ണുനീര് കാണിച്ചുള്ള ഒരു പ്രാർത്ഥനയല്ല. In the Bible, when Judas he betrayed Jesus, he felt remorse. യൂദാസ് യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുത്തപ്പോൾ തനിക്ക് ഒരു കുറ്റബോധം പോലെ തോന്നി. But that was not godly sorrow. എന്നാൽ അത് ദൈവികമായിട്ടുള്ള ദുഃഖമായിരുന്നില്ല. Peter's was a godly sorrow. എന്നാൽ പത്രോസിനെ സംബന്ധിച്ച് അത് ദൈവികമായിട്ടുള്ള ദുഃഖമായിരുന്നു. Because godly sorrow would lead to repentance. കാരണം ദൈവികമായിട്ടുള്ള ദുഃഖം നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. David, when he committed adultery, ദാവീദ് താൻ തെറ്റായിട്ടുള്ള ആ പരസംഗം ചെയ്തപ്പോൾ, and he said in all his heart, God, do not take the Holy Spirit from my presence. അദ്ദേഹം പറയുകയാണ്, ദൈവമേ പരിശുദ്ധാത്മാവിനെ ആ സാന്നിധ്യത്തെ എന്നിൽ നിന്ന് എടുക്കരുതേ. Psalm 51 verse 10, he has understood his heart is not clean. സങ്കീർത്തനം 51:10 അദ്ദേഹത്തിന് മനസ്സിലാകുകയാണ്, അതായത് എന്റെ ഹൃദയം നിർമ്മലമല്ല. And therefore David is saying, God, create in me a clean heart. അപ്പോൾ നിർമ്മലമായിട്ടൊരു ഹൃദയത്തെ എന്നിൽ പുതുക്കണമേ എന്ന് ചോദിക്കുകയാണ്. There is an earnestness about your repentance. തന്റെ മാനസാന്തരത്തെ കുറിച്ച് തനിക്കൊരു ആത്മാർത്ഥതയുണ്ട്. Hallelujah. Hallelujah. Today God wants the church to be earnest about their repentance. ഇന്ന് സഭ മാനസാന്തരപ്പെടുമ്പോൾ അതിൽ ആത്മാർത്ഥത ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. God is not calling a perfect sinless church. ദൈവം ഒരു പാപവും ഇല്ലാത്ത വളരെ തികഞ്ഞ ഒരു സഭയല്ല വിളിക്കുന്നത്. But God is calling us to repentance. എന്നാൽ ദൈവം ആദ്യം നമ്മെ മാനസാന്തരത്തിലേക്ക് വിളിക്കുന്നു. The second sign of true repentance രണ്ടാമതായിട്ടുള്ള യഥാർത്ഥ മാനസാന്തരത്തിന്റെ അടയാളം എന്ന് പറയുന്നത് is truly separating yourself and not defending yourself. നിങ്ങളെ തന്നെ വേർതിരിച്ച് നിങ്ങൾക്ക് ന്യായീകരിക്കുവാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളത്. Repentance takes full responsibility. Say, God, I am a sinner. മാനസാന്തരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദൈവമേ ഞാനൊരു പാപിയാകുന്നു എന്ന് പറയുക. It is not defending and justifying what you have done. എങ്ങനെയെങ്കിലും പ്രതിരോധിച്ചുകൊണ്ട് ന്യായീകരിക്കുവാനുള്ള ശ്രമമല്ല അത്. When that prodigal son came back, he told the father, I have sinned against heaven and you. ആ മുടിയനായ പുത്രൻ താൻ ഭവനത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ, പിതാവേ ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് വന്നത്. When you are repenting, don't give excuses. നിങ്ങൾ മാനസാന്തരപ്പെടുമ്പോൾ നിങ്ങൾ ഒഴിവുകഴിവല്ല നിങ്ങൾ നൽകേണ്ടത്. Rather separate yourself and declare what you have done. എന്നാൽ നിങ്ങളെ തന്നെ വേർതിരിച്ച് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ നിങ്ങൾ ഏറ്റുപറയുക. It is not self defense. അത് നിങ്ങൾ തന്നെ നിങ്ങളെ സൂക്ഷിക്കുക എന്നതല്ല. Hallelujah. Hallelujah. Many of us have pride there. That is the reason why we can't repent. നമ്മിൽ പലർക്കും നമ്മുടെ അകത്ത് അഹങ്കാരം ഉള്ളതുകൊണ്ട് നമുക്ക് മാനസാന്തരപ്പെടുവാൻ കഴിയുന്നില്ല. The third one is the true repentance is an absolute hatred for sin. മൂന്നാമതായിട്ട് ഈ മാനസാന്തരത്തിന്റെ യഥാർത്ഥ മാനസാന്തരത്തിന്റെ അടയാളം എന്ന് പറയുന്നത് പാപത്തോടുള്ള വെറുപ്പാകും. Peter wept bitterly after he denying Jesus. പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞതിന് ശേഷം താൻ കരയുകയാണ്. True repentance is now that you have walked with God, there is a fierce, holy detestation for the sin itself, especially that we have been found in us. യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്ന നാം ദൈവത്തിന്റെ കൂടെ നടക്കുമ്പോൾ പാപത്തോട് യഥാർത്ഥമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു വെറുപ്പാകുന്നു. Absolute hatred. യഥാർത്ഥമായ പൂർണ്ണമായിട്ടുള്ള വെറുപ്പ്. The fourth one of a mark of a repentance മാനസാന്തരത്തിന്റെ നാലാമത്തെ അടയാളം എന്ന് പറയുന്നത് is having a fear of sin. അത് പാപത്തെക്കുറിച്ചുള്ള ഒരു ഭയം. There are two kinds of fears. രണ്ട് ഭയങ്ങളുണ്ട്. One is a bad fear. ഒന്ന് തെറ്റായിട്ടുള്ള ഭയം. And then there is a fear, like for example, when you are driving 100 miles road, 100 miles per hour on a curved road. അപ്പോൾ നല്ല വളവും തിരിവും ഒക്കെയുള്ള റോഡിൽ 100 കിലോമീറ്റർ അല്ലെങ്കിൽ 100 മൈൽ പെർ അവർ നിങ്ങൾ ആ വേഗതയിൽ പോകുമ്പോൾ, especially on a cliff.
പ്രത്യേകമായിട്ട് അപ്പുറത്തൊരു കൊടുമുടിയും കൂടെ ഉള്ളപ്പോൾ and there is a fear in you. അകത്ത് ഒരു ഭയമുള്ളത്, That's a good fear. അതൊരു നല്ല ഭയമാണ്. When you stand at the edge of a high-rise building, ഒരു വലിയതായിട്ടുള്ള ഒരു കെട്ടിടത്തിന്റെ അറ്റത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ there is actually a good fear whether you'll fall down. Therefore, now you're cautious. ചിലപ്പോൾ വീഴുമോ എന്നുള്ള നല്ല ഭയമുള്ളത് കൊണ്ട് അത് നിങ്ങളെ ശ്രദ്ധിക്കുവാൻ And താല്പര്യപ്പെടുന്നു. the fear of sin is a godly fear. അപ്പോൾ പാപത്തെക്കുറിച്ചുള്ള ഭയം എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള ഭയമാണ്. It is a fear of grieving God. അത് ദൈവത്തെ വിഷമിപ്പിക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ്. Joseph said when he was tempted by Potiphar's wife, he said, how can I do this great wickedness against God? യോസേഫ് പോത്തിഫറിൻ്റെതായിട്ടുള്ള ഭാര്യ തന്നെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ യോസേഫ് പറയുന്നത്, ജീവനുള്ള ദൈവത്തോട് എനിക്ക് എങ്ങനെ ഇത്ര വലിയ ദുഷ്ടത കാണിക്കുവാൻ കഴിയും? When we have a fear, when I am sitting in that place, I am making myself vulnerable. ഞാൻ അങ്ങനെ ഒരു സ്ഥാനത്ത് ആയിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ഞാൻ അതുപോലെ ദൈവം ഭാഗ്യ ആക്കിയിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണുള്ളത്. True repentance is having a fear of sin. യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരം എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചുള്ള ഭയമുള്ളതാണ്. The fifth one is to have a longing and a zeal. അഞ്ചാമത്തേത് എന്ന് പറയുന്നത് ഒരു വലിയ എരിവും ദൈവത്തോടുള്ള ഒരു ആഗ്രഹവും. Oh, there is a passion to do what's right. ശരിയായിട്ടുള്ളത് ചെയ്യുവാൻ വലിയൊരു ആവേശം. There is a passion to serve God, to be holy. ദൈവത്തെ ശുശ്രൂഷിച്ച് വിശുദ്ധിയിൽ നടക്കുവാനായിട്ടുള്ള ഒരു ആഗ്രഹം. There is an intense desire for righteousness. വളരെ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹവും താല്പര്യവും നീതിയിൽ നടക്കുവാൻ. Paul saying, I am press on towards the goal. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ ദൈവത്തിങ്കലേക്ക് ഞാൻ മുന്നോട്ട് ശക്തമായി ആയുന്നു. True repentance is when you press towards the goal. യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരം എന്ന് പറയുന്നത് ദൈവമുഖത്തേക്ക് നാം ശക്തമായി മുന്നേറാൻ ശ്രമിക്കുമ്പോഴാണ്. That is living in true repentance. അത് യഥാർത്ഥ മാനസാന്തരത്തിന് അനുഭവമാണ്. The sixth one is very important also. ആറാമത്തതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. Luke 19 verse 8. ലൂക്കോസിൻ്റെതായിട്ടുള്ള സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 58-ാമത്തെ വാക്യം. Jesus comes to the house of Zacchaeus. യേശു ക്രിസ്തു സക്കായുടെ ഭവനത്തിലേക്ക് വരികയാണ്. And in that he says something. Lord, if I've taken anything, I will give 4 times as back. താൻ പറയുകയാണ്, ഞാൻ ആരിൽ നിന്നും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. Jesus did not ask him to do that. യേശു ക്രിസ്തു അദ്ദേഹത്തോട് അങ്ങനെ ചെയ്യുവാൻ പറഞ്ഞില്ല. That was not his salvation. തന്റേതായിട്ടുള്ള രക്ഷ അല്ലായിരുന്നു അത്. Jesus already said salvation has come to this house. അവിടെ സക്കായിയോട് യേശു ക്രിസ്തു പറഞ്ഞു കഴിഞ്ഞു, ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് രക്ഷ വന്നിരിക്കുന്നു. But when there was an encounter with Jesus, എന്നാൽ യേശുവുമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ he felt convicted, he was repentant, that he said, I want to give 4-fold back. തനിക്ക് പാപബോധമുണ്ടായി മാനസാന്തരത്തിൽ താൻ പറയുകയാണ്, എനിക്ക് 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കാൻ പോകുന്നു. Listen to me very carefully. True repentance is when there is an act of undoing the wrongs. അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരം എന്ന് പറയുന്നത് നാം ചെയ്തിരിക്കുന്ന പാപത്തിന് പകരമായിട്ട് നാം യഥാർത്ഥമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതും കൂടിയാണ്. It's called restitution, making things right. അപ്പോൾ അതിന്റെ റെസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള വാക്കാണ് കാര്യങ്ങളെ ശരിയായി ക്രമീകരിക്കുക എന്നുള്ള അർത്ഥത്തിൽ. Until now you have messed up in your workplace. From now on that you are repentant, Lord, all these years I have messed up. From now on I'm going to be a good employee. ഇന്ന് വരെ നിങ്ങൾ ജോലി മണ്ഡലത്തിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രശ്നമാക്കി ചെയ്തു. എന്നാൽ നിങ്ങൾ അനുദപിച്ച് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാട്ടെ, കർത്താവേ, ഇന്ന് മുതൽ ഞാൻ എൻ്റെ ജോലി മണ്ഡലത്തിൽ ഏറ്റവും ശരിയായ രീതിയിൽ ചെയ്യുവാൻ പോകുന്നു. Until now I have been abusive as a father, as a mother. From today I'm going to make things right. ഞാൻ ഇന്ന് വരെ ഒരു പിതാവായി മാതാവായി ഞാൻ ഉപദ്രവിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ ഇന്ന് മുതൽ കാര്യങ്ങളെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു. Many still continue in that. They don't want to come out. പല വ്യക്തികളും അവർ ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ തുടരുകയാണ്. അവർക്ക് പുറത്തു വരാൻ ആഗ്രഹമില്ല. But repentance is saying from now on I want to make things right. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള മാനസാന്തരം എന്ന് പറയുന്നത് ഇപ്പോൾ മുതൽ എനിക്ക് കാര്യങ്ങളെ ശരിയായിട്ടുള്ള ക്രമത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ്. Hallelujah. Hallelujah. That's repentance. അത് മാനസാന്തരമാകും. This is the 6 marks of a truly repentant heart. യഥാർത്ഥ മാനസാന്തരത്തിന്റെ 6 പ്രധാനപ്പെട്ട അടയാളങ്ങളാകുന്നു. And I want to say repentance is powerful. ഞാൻ നിങ്ങളോട് പറയട്ടെ, മാനസാന്തരം വലിയ ശക്തിയുള്ളതാണ്. It opens the way for the Holy Spirit to work in our hearts. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ തുറക്കുന്നു. It opened the way for Jesus to minister into the nation of Israel. ഇസ്രായേൽ രാജ്യത്തിലെ ശുശ്രൂഷിക്കുവാൻ ഇടപെടുവാൻ അത് യേശുക്രിസ്തുവിന് വാതിൽ തുറന്നു. Repentance brings spiritual clarity.
ഈ അനുതാപം മാനസാന്തരം എന്ന് പറയുന്നത് ആത്മീയമായുള്ള വ്യക്തത കൊണ്ടുവരുന്നു. Let's look into Acts 3 verse 19. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. Very, very important scripture. വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വേദവാക്യം. Acts 3 verse 19. Let's go ahead and read in Malayalam. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവ് സമ്മുഖത്ത് നിന്ന് Repent and your sins may be blotted out so that the times of refreshing will come from the Lord. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും. Peter is declaring this when that lame man was healed. പത്രോസ് ഇത് പറയുന്നത് അപ്രകാരം മുടന്തനായിട്ടിരിക്കുന്ന വ്യക്തി അവൻ സൗഖ്യപ്പെട്ടപ്പോഴാണ്. The Bible is saying repentance brings refreshing, renewal and revival. തിരുവചനം പറയുന്നത് ഇപ്രകാരം ഈ അല്ലെങ്കിൽ മാനസാന്തരം എന്ന് പറയുന്നത് ആശ്വാസകാലങ്ങളെ കൊണ്ടുവരുന്നു, ഒരു പുതുക്കത്തിന്റെ അനുഭവം കൊണ്ടുവരുന്നു, അതുപോലെ തന്നെ ഉണർവിന്റെ അനുഭവം കൊണ്ടുവരുന്നു. The Welsh revival in 1904 started with deep repentance among the youths. 1904 വെൽഷ് റിവൈവൽ എന്ന് പറയുന്നത് അത് ആരംഭിച്ചത് യുവതികളുടെ ഇടയിലുള്ള ആഴത്തിലുള്ള അനുതാപം മൂലമാണ്. God is not looking for crowds. ദൈവം വലിയ പുരുഷാരത്തെ ഒന്നുമല്ല നോക്കുന്നത്. But he is looking for a faithful remnant with a repentant heart. എന്നാൽ ദൈവം നോക്കുന്നതോ വിശ്വസ്തതയുള്ളതായിട്ടുള്ള ആ ശേഷിപ്പിനെ ആകുന്നു, അനുതാപമുള്ള ഹൃദയത്തോടെ. God has preserved a remnant that truly repents. യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുന്നതായിട്ടുള്ള ശേഷിപ്പിനെ ദൈവം നിലനിർത്തിയിട്ടുണ്ട്. I have seen healing come when people have repented. വ്യക്തികൾ മാനസാന്തരപ്പെടുമ്പോൾ അവരുടെ ജീവിതത്തിൽ സൗഖ്യം വരുന്നത് ഞാൻ കണ്ടിരിക്കുന്നു. Demonic spirits will leave when a person repents. ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ പൈശാചികമായിട്ടുള്ള ആത്മാക്കൾ വിട്ടുപോകും. Everybody has there is room for repentance for everybody. എല്ലാവർക്കും മാനസാന്തരപ്പെടുവാൻ കഴിയും. Each of us sitting here, we have some room to repent. നമുക്ക് മാനസാന്തരപ്പെടുവാനായിട്ട് ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും അത് കഴിയും, അതിനുള്ള ആവശ്യവുമുണ്ട്. Everybody, എല്ലാവർക്കും there is still some room. തീർച്ചയായിട്ടും ഇനിയുമുണ്ട് മാനസാന്തരപ്പെടുവാൻ. The life of Job. ഇയ്യോബിന്റെ ജീവിതത്തെ സംബന്ധിച്ച് The Bible calls him the greatest man of the East. തന്നെ കുറിച്ച് പറയുന്നത് പൂർവ്വദിക്കുകളിലെ ഏറ്റവും നീതിമാനായ അല്ലെങ്കിൽ മഹാനായ വ്യക്തി എന്നാകുന്നു പറയുന്നത്. Even God boasted about Job to Satan. പിശാചിനോട് പോലും ഇയ്യോബിനെ കുറിച്ച് കർത്താവ് ദൈവം പുകഴ്ത്തി പറയുകയാണ്. A righteous man. ഒരു നീതിമാൻ. He shunned evil, the Bible says. അവൻ നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു തിരുവചനം പറയുക. But the Bible also says Job had something to repent about. എന്നാൽ തിരുവചനം പറയുകയാണ് ഇയ്യോബിനും എന്തൊക്കെയോ ചിലത് മാനസാന്തരപ്പെടുവാനുണ്ടായിരുന്നു. He went through crisis. താൻ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. His own wife was against him. തന്റെ സ്വന്തം ഭാര്യ തനിക്കെതിരെയായിരുന്നു. That all said and done, there's still room for repentance. എന്തെല്ലാം പറഞ്ഞാലും ശരി, പിന്നെയും മാനസാന്തരപ്പെടുവാനുണ്ട്. Let's look into Job 42 verse 5 to 6. ഇയ്യോബിന്റേതായിട്ടുള്ള പുസ്തകം 42-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 5ഉം 6ഉം വാക്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോഴോ ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴോ എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്ത് പൊടിയിലും ചാരത്തിലും കിടന്ന് അനുതപിക്കുന്നു. Hallelujah. 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 Job is saying, I am repenting before God. ഇയ്യോബ് പറയുകയാണ്, ഞാൻ ദൈവമുമ്പാകെ അനുതപിക്കുന്നു. Why had Job had to repent? എന്തുകൊണ്ട് ഇയ്യോബ് അനുതപിച്ചു? Because in chapter 41, God comes and now asks some questions to Job. കാരണം ഇയ്യോബിന്റെ 41-ാമത്തെ അധ്യായത്തിൽ ദൈവം വന്ന ഇയ്യോബിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. And he's saying, now Job is saying, Lord, I realize how great you are. അപ്പോൾ ഇയ്യോബ് പറയുകയാണ്, കർത്താവേ, അങ്ങ് എത്ര മഹാനാകുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. And how wrong I am to question you, Lord. How wrong I am to question your authority. അങ്ങയെ ചോദ്യം ചെയ്തത്, അങ്ങയുടെ അധികാരത്തെ ചോദ്യം ചെയ്തത് എത്രമാത്രം ഞാൻ അത് തെറ്റ് ചെയ്തിരിക്കുന്നു. Job was repenting of his limited view of God. ദൈവത്തെ കുറിച്ചുള്ള തന്റെ ചെറിയതായിട്ടുള്ള കാഴ്ചപ്പാടിനെ ഓർത്ത് ഇയ്യോബ് അനുതപിക്കുന്നു. So I want to ask the church how to repent. ഞാൻ ഇന്ന് സഭയോട് ചോദിക്കുകയാണ്, എങ്ങനെ റിപ്പന്റ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ മാനസാന്തരപ്പെടണം? My eyes now see you. എന്റെ കണ്ണുകൾ ഇപ്പോൾ അങ്ങയെ കണ്ടിരിക്കുന്നു. An encounter with God will show you some areas that you've never thought about. ദൈവവുമായിട്ടുള്ള കണ്ടുമുട്ടലാണ് ഒരുപക്ഷെ നിങ്ങൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നത്. An encounter with God. ദൈവവുമായിട്ടുള്ള കണ്ടുമുട്ടൽ. And God is now Job is saying, I repent in dust and ashes. അപ്പോൾ ഞാനിപ്പോൾ പൊടിയിലും ചാരത്തിലും അനുതപിക്കുന്നു എന്ന് പറയുകയാണ്. I'm saying he's repenting from a true place of true brokenness. ഒരു ശരിയായിട്ടുള്ള നുറുക്കത്തിന്റെ
ദൈവത്തിൻ്റെതായിട്ടുള്ള അനുഭവത്തിൽ താൻ അനുദപിക്കുകയാണ്. In dust I am coming from, Lord, I realize that I am from dust, I am going back to dust. ഞാൻ പൊടിയിൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ പൊടിയിലേക്ക് മടങ്ങി പോകുന്നു ഞാൻ മനസ്സിലാക്കുന്നു കർത്താവേ. I am nothing before you, Lord. ഞാൻ അങ്ങയുടെ മുമ്പാകെ ഒന്നുമല്ല. And he repents before God. താൻ ദൈവമുമ്പാകെ അനുദപിക്കുകയാണ്. And when he repented, താൻ മാനസാന്തരപ്പെട്ടപ്പോൾ the Lord began to restore everything back to Job. തന്റെ ജീവിതത്തിൽ നഷ്ടമായതെല്ലാം ദൈവം യഥാസ്ഥാനപ്പെടുത്തുവാൻ തുടങ്ങി. Hallelujah. ഹല്ലേലൂയ. I want to take some time to repent as a church today. സഭയായിക്കൊണ്ട് മാനസാന്തരപ്പെടുവാൻ നമുക്ക് അല്പം സമയമെടുക്കാം. 2 Chronicles 7 verse 14. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൻ്റെതായിട്ടുള്ള 14-ാമത്തെ വാക്യം. You know what is the context here? The context is Solomon finished building the temple of the Lord. ഇതിന്റെ പശ്ചാത്തലം എന്താണ്? ശലോമോൻ ദൈവത്തിന്റെ ആലയത്തിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നു. The glory of the Lord has come upon that place. ദൈവത്തിന്റെ തേജസ് ആ സ്ഥലത്ത് വ്യാപരിക്കുന്നു. In Acts chapter 2, the Holy Spirit comes upon the church. അപ്പോസ്തല പ്രവർത്തികളിൽ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് സഭയുടെ മേൽ വരികയാണ്. And Peter stands up and says, repent and be baptized. പത്രോസ് എഴുന്നേറ്റ് നിന്ന് അവിടെ പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുവിൻ. In 2 Chronicles also a similar thing is God is saying. 2 ദിനവൃത്താന്തത്തിലും അപ്രകാരം തന്നെയുള്ളൊരു കാര്യമാകുന്നു ദൈവവചനം പറയുന്നത്. Let's read in Malayalam. നമുക്കത് വായിക്കാം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. Hallelujah. Hallelujah. I want to say all of us have something to repent. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അനുദപിക്കുവാനുണ്ട്. Hallelujah. Hallelujah. Let's all rise up in our places. നമുക്ക് ഇന്ന് ദൈവ സാന്നിധ്യത്തിൽ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കാം. I request the worship team to be back on the stage. ആരാധന സംഘം ഇപ്പോൾ സ്റ്റേജിൽ വരാനായിട്ട് ഞാൻ ചോദിക്കുകയാണ്. You know, we need to repent as a church. നാം അനുദപിക്കുമ്പോൾ നമുക്ക് സഭയായി നമുക്ക് അനുദപിക്കാം. Because repentance is the heart of the gospel. കാരണം അനുതാപം എന്ന് പറയുന്നത് ഈ സുവിശേഷത്തിൻ്റെതായിട്ടുള്ള ഹൃദയം തന്നെയാണ്. Hallelujah. 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 There's a lot of things that we have hurt God. നാം ദൈവത്തെ വേദനിപ്പിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. But I want to take 10 things today. എന്നാൽ 10 കാര്യങ്ങൾ ഇന്ന് എടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to look at the book of Exodus chapter 20. പുറപ്പാട് പുസ്തകത്തിൻ്റെതായിട്ടുള്ള 20-ാം അധ്യായം എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Where God gives the 10 commandments to the people of Israel. അവിടെ 10 കൽപ്പനകൾ ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകുന്നതായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. Hallelujah. Hallelujah. Let's repent before God. നമുക്ക് ദൈവമുമ്പാകെ നമുക്ക് അനുദപിക്കാം. One of the things that God said to the people of Israel, ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, you shall have no other gods before me. നിങ്ങൾക്ക് ഞാനല്ലാതെ മറ്റൊരു ദൈവം ഉണ്ടാകരുത്. Hallelujah. Hallelujah. It was a commandment of the Lord. It was a commandment of the Lord. അത് ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു കൽപ്പനയാണ്. Amen. ആമേൻ. Hallelujah. Hallelujah. I want every eye closed. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. Lord, if we have put any other god before you, കർത്താവേ, അങ്ങല്ലാതെ മറ്റേതെങ്കിലും ഒരു ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, in terms of an image, അത് ഒരു പക്ഷേ ഒരു ചിത്രമായിരിക്കാം, in terms of money, അതൊരു പക്ഷേ പണമായിരിക്കാം, power, ശക്തിയായിരിക്കാം, success, വിജയമായിരിക്കാം, relationships, ബന്ധങ്ങളായിരിക്കാം, we repent, Lord. ഞങ്ങൾ അനുദപിക്കുന്നു. Church repentance comes by you confessing that you have done that act. സഭ അറിഞ്ഞിരിക്കേണ്ടത് ഈ മാനസാന്തരം സംഭവിക്കുന്നത് നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തി നിങ്ങൾ ഏറ്റുപറയുമ്പോഴാണ്. Just repent. മാനസാന്തരപ്പെടുക. Just go ahead. Let's declare that. ദൈവത്തോട് നിങ്ങളത് ഏറ്റുപറഞ്ഞാട്ടെ. Lord, we have put other things important than you. കർത്താവേ, ഞങ്ങൾ മറ്റു കാര്യങ്ങളെ അങ്ങേക്കാൾ പ്രധാനമായിട്ട് കരുതിയിരിക്കുന്നു.
second commandment is where God is saying, you shall not make for yourself a carved image, any likeness of anything that is in heaven above, that is in the earth beneath, that is in the water on the earth. You shall not bow down to them nor serve them, for I, the Lord your God, am a jealous God, visiting the iniquity of the fathers upon the children to the third and fourth generation of those who hate me, but showing mercy to thousands to those who love me and keep my commandments. രണ്ടാമത്തെ കൽപ്പന എന്ന് പറയുന്നത് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, മീതെ സ്വർഗത്തിൽ എങ്കിലും താഴെ ഭൂമിയിൽ എങ്കിലും ഭൂമിക്ക് മീതെ വെള്ളത്തിൽ എങ്കിലും ഉള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെയും മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. If you have made any idols, നിങ്ങൾ ഏതെങ്കിലും വിഗ്രഹങ്ങളെ and you ഉണ്ടാക്കിയിരിക്കുന്നു, have bowed down to them, നിങ്ങൾ അവയ്ക്ക് നിങ്ങൾ വന്ദിച്ചിരിക്കുന്നുവെങ്കിൽ, maybe it can be something else, it can be your phone, or it can be other things as well. അത് ഒരുപക്ഷെ ലൗകികമായിട്ടുള്ള കാര്യങ്ങളായിരിക്കുന്ന മറ്റ് കാര്യങ്ങളായിരിക്കുന്ന നിങ്ങളുടെ ഫോൺ or any addictions അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ആസക്തികളായിരിക്കാം. that is taking the place of God. അത് ദൈവത്തിന്റെ സ്ഥാനമെടുക്കും. I want you to repent right now. നിങ്ങൾ ഇപ്പോൾ തന്നെ അനുതപിക്കണം. Hallelujah. ഹല്ലേലൂയ. I want you to confess that with your mouth. അത് നിങ്ങളുടെ അധരം തുറന്ന് നിങ്ങൾ അത് ഏറ്റുപറഞ്ഞാൽ, Confess it with your mouth, നിങ്ങളുടെ വായ് തുറന്ന് നിങ്ങൾ അത് ഏറ്റുപറഞ്ഞാൽ, that I have sinned before you, Lord. ഞാൻ അങ്ങേക്ക് മുമ്പാകെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു കർത്താവേ. Go ahead, church. നിങ്ങളത് ചെയ്താട്ടെ. Thank you, Jesus. സ്നേഹത്തെ എത്ര തള്ളി ഞാൻ, സ്നേഹത്തെ എത്ര തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കലേ. Amen. ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കലേ. ഇത്രമാ സ്നേഹത്തെ എത്ര തള്ളി ഞാൻ, ഇത്രമാ സ്നേഹത്തെ എത്ര തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കലേ. I sense the Holy Spirit releasing healing in this place, പരിശുദ്ധാത്മാവ് ഈ സ്ഥലത്ത് സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു. because a repentant church is a hotbed for the Holy Spirit to move. അനുതപിക്കുന്ന സഭ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ചലിക്കുന്ന ഒരു സ്ഥലമാണ്. You shall not take the name of the Lord in vain. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. If we have just taken the name of the Lord in vain, കർത്താവിന്റെ നാമം വൃഥാ എടുത്തിട്ടുണ്ടെങ്കിൽ I want to say that's a holy name. അത് വിശുദ്ധമായിട്ടുള്ള നാമമാണ്. It is the name above all names. സകല നാമത്തിനും മേലായ നാമം. നമുക്ക് കുഞ്ഞു കളിക്കുവാൻ ഉള്ള ഒരു നാമമല്ല. That is not a name which we can be casual about. I want you to repent if you have taken that, if you have done that. അതിന് അർഹിക്കുന്നതായിട്ടുള്ള ബഹുമാനം കൊടുക്കാതെ നിങ്ങൾ വൃഥാ I എടുത്തിരിക്കുന്നെങ്കിൽ, sense the Father God just both his arms are stretched as we are a church that repents. നാം അനുതപിക്കുന്ന സഭയായിരിക്കുമ്പോൾ പിതാവായിരിക്കുന്ന ദൈവം തന്റെ കരങ്ങൾ തുറന്ന് നമ്മെ സ്വീകരിക്കാനിരിക്കുന്നത് പോലെ ഞാൻ കാണുന്നു. Go ahead, just declare if you have done that. നിങ്ങൾ അത് ചെയ്തിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ അത് ഏറ്റുപറഞ്ഞാട്ട്. Your mouth is supposed to be carrying the voice of God, the word of God.
നിങ്ങളുടേതായിട്ടുള്ള അധരം എന്ന് പറയുന്നത് ദൈവവചനം, ദൈവം തന്നിരിക്കുന്ന ശബ്ദം, അത് ഉപയോഗിക്കുവാൻ വേണ്ടി And വിളിക്കപ്പെട്ടിരിക്കുന്നു. not a casual place to say the name Jesus, അത് യേശു എന്നുള്ള നാമം വളരെ നിസ്സാരമായി പറയുവാൻ വേണ്ടിയല്ല, to swear on somebody. ആരെങ്കിലും തെറ്റായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുവാനല്ല, It is not that. It's a holy name. അതിനുവേണ്ടിയല്ല. എന്നാൽ പരിശുദ്ധമായ നാമമാകുന്നു യേശു. It is this name, Jesus, that the hell trembles down. ഇന്ന് നരകം വിറയ്ക്കുന്നതായിട്ടുള്ള നാമം ഈ നാമമാണ്. And the name of Jesus is the most adored name in heaven. സ്വർഗം എന്ന് പറയുന്നത് ഏറ്റവും ബഹുമാനിക്കുന്നതായിട്ടുള്ള നാമമാണ് യേശു. Hallelujah. The next is to remember the Sabbath and keep it holy. അടുത്തതായിട്ടുള്ളത് എന്ന് പറയുന്നത് ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. All of us are in a state of rest. നാം എല്ലാവരും വിശ്രമത്തിൻ്റെതായിട്ടുള്ള അനുഭവത്തിലാണ്. God wants us to come to a place of trusting and resting in His presence. ദൈവത്തിന്റെ ആഗ്രഹം നാം ദൈവത്തെ വിശ്വസിച്ച് സ്വസ്ഥതയിലായിരിക്കണമെന്നാകും. Therefore, He wants us to walk in a life of faith. അതുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നാം ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. Whatever is not of faith is sin, the Bible says. വിശ്വാസത്തിൽ ഉളവാകാത്തതെല്ലാം പാപമാകുന്നു എന്ന് തിരുവചനം. Therefore, അതുകൊണ്ട് if you have not walked in faith, നിങ്ങൾ വിശ്വാസത്തിൽ നടക്കുന്നില്ല എങ്കിൽ, if you have not walking in the trust and the rest of God, ദൈവത്തിൻ്റെതായിട്ടുള്ള വിശ്വാസത്തിലും അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ സ്വസ്ഥതയിലും നടക്കുന്നില്ല it's എങ്കിൽ, a time to repent before God. അത് മാനസാന്തരപ്പെടുവാനുള്ള സമയമാകും. Hallelujah. ഹല്ലേലൂയ. Lord, we repent, Father. കർത്താവേ, ഞങ്ങൾ അനുതപിക്കുന്നു. When we have not trusted you, ഞങ്ങൾ അങ്ങയെ വിശ്വസിച്ചിട്ടില്ല. when there was the lack of money, we did not trust you. കർത്താവേ, പണത്തിന്റെ കുറവ് വന്നപ്പോൾ ഞങ്ങൾ അങ്ങയെ വിശ്വസിച്ചിട്ടില്ല. When there was a health problem, we did not trust you. കർത്താവേ, ഒരു ആരോഗ്യ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ അങ്ങയെ വിശ്വസിച്ചിട്ടില്ല. When we had a job problem, we did not trust you. ഞങ്ങളുടെ ജോലിയിൽ ഒരു പ്രയാസം വന്നപ്പോൾ ഞങ്ങൾ അങ്ങയെ വിശ്വസിച്ചിട്ടില്ല. When we got stressed, കർത്താവേ, ഞങ്ങൾക്ക് അതുമൂലം വലിയ ഒരു മനസ്സിന്റെ സമ്മർദ്ദമുണ്ടായി. instead of resting, ഞങ്ങൾ അങ്ങിൽ സ്വസ്ഥതയിലായിരിക്കേണ്ടതിന് പകരം forgive us, Lord. ഞങ്ങളോട് ക്ഷമിക്കണമേ. The next talks about honor your father and your mother, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. that your days may be long upon the land. അത് നിന്റേതായിട്ടുള്ള ദേശത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ. Can you see that God has put your long life, it is tied to your honoring your father and mother. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നത് ദൈവം ദീർഘായുസുമായി ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു വാഗ്ദത്തമാണ്. Therefore, if you have dishonored your father and mother, അതുകൊണ്ട് നിന്റെ പിതാവിനെയോ മാതാവിനെയോ നിങ്ങൾ അനാദരവ് കാണിച്ചിരിക്കുന്നുവെങ്കിൽ, I want you to repent about it. നിങ്ങൾ അതിനെക്കുറിച്ച് അനുതപിക്കണം. Say, God, I'm sorry for dishonoring them. പറഞ്ഞാട്ടെ, ദൈവമേ, ഞാൻ അവരോട് അനാദരവ് കാണിച്ചതിനോട് ക്ഷമിക്കണമേ. They may not be the perfect parents. അവര് ഏറ്റവും തികഞ്ഞ മാതാപിതാക്കളാകയില്ല. Neither are you. നിങ്ങളും അങ്ങനെയല്ല. You're not the perfect son or daughter. നിങ്ങൾ ഏറ്റവും തികഞ്ഞ പുത്രനോ പുത്രിയോ ഒന്നുമല്ല. And you make a commitment today that you will honor them. നിങ്ങൾ അപ്രകാരം ഒരു ഉടമ്പടി അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്താട്ടെ, അതായത് ഇനി മുതൽ ഞാൻ അവരെ ബഹുമാനിക്കും. Hallelujah. ഹല്ലേലൂയ. I want you to repent. നിങ്ങൾ അനുതപിക്കുക. The next is, you shall not murder. കൊല ചെയ്യരുത് എന്നുള്ളതാകുന്നു അടുത്തത്. You know, there is hatred or unforgiveness, abortion, character assassination. All this are same as transgressing the law of God. അപ്പോൾ വിദ്വേഷം അല്ലെങ്കിൽ വെറുപ്പ്, കയ്പിൻ്റെ അനുഭവം, ആരെങ്കിലും കരിവാരി തേക്കുവാനായിട്ടുള്ള ആശ്രമം, ഗർഭഛിദ്രം നടത്തുക, ഈ കാര്യങ്ങളെല്ലാം കൊല ചെയ്യുന്നത് പോലെ തന്നെയാണ്. Hitting or injuring somebody ആരെങ്കിലും അടിച്ച് വേദനിപ്പിക്കുന്നത്, by words, by physical acts. അത് ഒരുപക്ഷെ ശാരീരികമായിട്ടുള്ള പ്രവൃത്തികൾ മുഖാന്തരമായിരിക്കാം, വാക്കുകൾ മുഖാന്തരമായിരിക്കാം. Maybe in rage you did something. ഒരുപക്ഷെ ദേഷ്യത്തിൽ നിങ്ങൾ ചിലത് ചെയ്തു. I want you to confess that. നിങ്ങളത് അനുതപിക്കണം. Next is, you shall not commit adultery. അടുത്തതായിട്ട് വ്യഭിചാരം ചെയ്യരുത്. Even looking at a woman with lust, the Bible says it's adultery. മോഹത്തോടുകൂടെ മറ്റൊരു സ്ത്രീയെ നോക്കുന്നത് അത് പാപമാണെന്ന് തിരുവചനം പറയുന്നു. Lust, മോഹം, pornography, പോർണോഗ്രാഫി, sexual immorality, ലൈംഗികമായിട്ടുള്ള അധർമ്മം, emotional affairs, ഇപ്രകാരം വൈകാരികമായിട്ടുള്ള ഒരു പരസ്ത്രീ ബന്ധം അല്ലെങ്കിൽ പരപുരുഷ ബന്ധം, all this will come under that. ഇതെല്ലാം അപ്രകാരം ആ കാറ്റഗറിയിൽ വരും.
I want you to repent. നിങ്ങൾ അനുതപിച്ചാട്ട്. Remove every obstacle from between you and God. ദൈവവും നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റിയാട്ട്. Hallelujah. ഹല്ലേലൂയ. Thank you, Jesus. നന്ദി യേശു. Flirting. I sense the Lord saying flirting is a sin against God, against your spouse. ഇപ്രകാരം തെറ്റായിട്ടുള്ള രീതിയിൽ ഇടപെടുന്നത് അത് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് ഉള്ള ഒരു അഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു പാപമാണ്. I want you to repent. നിങ്ങൾ അനുതപിക്കണം. Next is you shall not steal. നിങ്ങൾ മോഷ്ടിക്കരുത്. Theft, മോഷണം, fraud, വഞ്ചിക്കുന്നത്, withholding of tithes, ദശാംശങ്ങൾ കൊടുക്കാതിരിക്കുന്നത്, not giving back debt. കടം മടക്കി കൊടുക്കാതിരിക്കുന്നത്, It's all stealing. ഇതെല്ലാം മോഷണമായി വരും. I want you to repent. നിങ്ങൾ അനുതപിക്കണം. You shall not bear false witnesses. കൂട്ടുകാരന്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത്. Lying, നുണ പറയുന്നത്, gossip, പരദൂഷണം പറയുന്നത്, slander, കുറ്റം പറയുന്നത്, false accusations. തെറ്റായിട്ടുള്ള ആരോപണങ്ങൾ. All these are sins against God and against that person. ഇതെല്ലാം ആ വ്യക്തിയോടും ദൈവത്തോടും ഉള്ള പാപമാകുന്നു. I want you to confess that. നിങ്ങൾ അത് ഏറ്റുപറഞ്ഞു And repent. നിങ്ങൾ അനുതപിക്കുക. And say, God, create in me, as David cried, create in me a clean heart. കർത്താവിനോട് പറഞ്ഞാട്ട് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, കർത്താവെ പുതുതായിട്ടുള്ള ഒരു ആത്മാവിനെ എന്നിൽ സൃഷ്ടിക്കണമേ. The 10th one is you shall not covet. നീ മോഹിക്കരുത് എന്ന് പറയുകയാണ് അവസാനമായിട്ട്. Your neighbor's house, നിന്റെ അയൽവക്കക്കാരന്റെ ഭവനത്തെ, your neighbor's wife, അയൽവക്കക്കാരന്റെ ഭാര്യയെ, envy, അല്ലെങ്കിൽ ഇപ്രകാരം അസൂയ, jealousy, അസൂയ, discontentment with what God has given, ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളിൽ സംതൃപ്തി ഇല്ലാതിരിക്കുന്നത്, are sins of our heart. അതെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ പാപങ്ങളാണ്. I want you to confess that. അത് നിങ്ങൾ ഏറ്റുപറഞ്ഞാണ്. Can you hold the hands of the person standing next to you? നിങ്ങളുടെ അടുക്കലുള്ള ആ വ്യക്തിയുടെ കരം ചേർത്ത് പിടിക്കാമോ? And I want to put 2 Chronicles 7 verse 14 in the screen, please. 2 ദിനവൃത്താന്തം 7:14 ഒന്ന് സ്ക്രീനിൽ കാണിക്കാമോ? I want to ask the church, സഭയോട് ഞാൻ ചോദിക്കുകയാണ്, are we a people who are called by His name? ദൈവത്തിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ജനമാണോ നമ്മൾ? Are you sure you're called by the name of Jesus? ദൈവത്തിന്റെ നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ജനമാണോ നമ്മൾ? Then the Bible is saying, let my people humble themselves. തിരുവചനം പറയുകയാണ്, എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി, Let them pray and seek my face, അവർ പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കട്ടെ, and turn from their wicked ways. തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ Then I will hear from heaven, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് and will forgive their sin and heal their land. അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. As we are doing this, I sense the Lord saying, I am going to heal the state of Kerala. നാം ഇത് ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ദൈവം നമ്മുടെ സംസ്ഥാനമാകുന്ന കേരളത്തിന് മേൽ സൗഖ്യം കൊണ്ടുവരും. Not just Marudur, അത് മരുദൂർ മാത്രമല്ല, not just WICC. WICC മാത്രമല്ല, The Lord is healing the city of Trivandrum. എന്നാൽ ഈ തിരുവനന്തപുരം പട്ടണത്തെ ദൈവം സൗഖ്യപ്പെടുത്തുകയാണ്. The Lord is healing the state of Kerala. ദൈവം കേരള സംസ്ഥാനത്തെ സൗഖ്യപ്പെടുത്തുകയാണ്. I know I am taking more time. എനിക്ക് അറിയാം ഞാൻ അധികം സമയമെടുക്കുന്നു എന്നുള്ളത്. But the Holy Spirit is moving here. എന്നാൽ പരിശുദ്ധാത്മാവ് ഇവിടെ ചലിക്കുന്നു. And I am sensing the Lord thundering from heaven and saying, സ്വർഗത്തിൽ ഇടിമുഴക്കത്തോടുകൂടി ദൈവം ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുകയാണ്. Church, get ready for revival. സഭ ഉണർവിന് വേണ്ടി ഒരുങ്ങുക. Hallelujah. 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 Come, let's just repent before God. നമുക്ക് ദൈവമുമ്പാകെ അനുതപിക്കാം. Lord, I want all of you to repeat after me. Lord, എല്ലാവരും എന്നോട് ശേഷം പറഞ്ഞാട്ടെ. together കർത്താവേ, we repent, Lord. ഞങ്ങൾ ഒന്നിച്ച് മാനസാന്തരപ്പെടുന്നു. When our hearts have gone far away from you, ഞങ്ങളുടെ ഹൃദയം അങ്ങിൽ നിന്ന് അകന്നു പോയിരിക്കുമ്പോൾ, when our deeds have been against the word of God, ഞങ്ങളുടെ പ്രവൃത്തികൾ ദൈവവചനത്തിന് വിരുദ്ധമായിരിക്കുമ്പോൾ, we repent, Father. ഞങ്ങൾ അനുതപിക്കുന്നു. Lord, let us walk empowered by the Holy Spirit. കർത്താവേ, ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെട്ട് നടക്കുവാൻ ആഗ്രഹിക്കുന്നു. Let our families walk before God. ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവമുമ്പാകെ നടക്കട്ടെ. Let each one of us walk before God. ഞങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് ചേർന്ന് നടക്കട്ടെ. Lord, bring a revival in our lives, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണർവ് കൊണ്ടുവരണമേ. in our homes, ഞങ്ങളുടെ ഭവനങ്ങളിൽ, in our city, ഞങ്ങളുടെ പട്ടണത്തിൽ, in our nation, ഞങ്ങളുടെ in രാജ്യത്ത്, the churches of the world, ലോക സഭകളിലെല്ലാം, across the land, Father, ദേശങ്ങളിൽ, in the length and width
and breadth of the land. കർത്താവെ അത് നീളത്തിലും വീതിയിലും ആ ആഴത്തിലും എല്ലാം We ask you, ഞങ്ങൾ ചോദിക്കുന്നു. hallelujah. Hallelujah. കർത്താവ് ചിലവരുടെ ജീവിതത്തിൽ The Lord is doing something in some people's life. I sense the Lord saying, കർത്താവ് ഇങ്ങനെ പറയുന്നു, just like a switch is put on, ഒരു സ്വിച്ച് എങ്ങനെ ചെയ്യുന്നോ I am going to turn some people's lives around. ചില വ്യക്തികളുടെ ജീവിതങ്ങളെ ഞാൻ മാറ്റാൻ The പോകുന്നു. Lord is saying, ദൈവം പറയുകയാണ്, റോയ് ചായന്റെ കുടുംബത്തിനോട് കർത്താവ് പറയുന്നു, The Lord is saying to Roy Chan's family, some things are God is going to change to right now in Jesus' mighty name. ചില കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചില മാറ്റങ്ങൾ ദൈവം കൊണ്ടുവരുന്നു. Oh, God is going to position some people. ദൈവം ചില വ്യക്തികളെ സ്ഥാനപ്പെടുത്തുവാൻ പോകുന്നു. Some position some people in your home. താങ്കളുടെ ഭവനത്തിൽ ചില വ്യക്തികളെ സ്ഥാനപ്പെടുത്തുവാൻ He's going to പോകുന്നു. turn around the people in your home. താങ്കളുടെ ഭവനത്തിൽ ചില വ്യക്തികളെ തിരിക്കുവാൻ പോകുന്നു. അനുഗ്രഹത്തിലേക്ക് റോഹിത്തിനെ കടത്തിവിടുന്നു കർത്താവ്. The Lord is releasing Rohit into blessing. The Lord is saying, I'm going to change him inside out. അവനെ ഞാൻ അകവും പുറവും എല്ലാമായിട്ട് ഞാൻ മാറ്റാൻ പോകുന്നു. What is being withheld from his life? തന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അത് റിലീസ് ചെയ്യാത്തത് The heaven is saying, I'm going to release it right now in Jesus' mighty name. സ്വർഗം പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് പകരുകയാണ്. Right down this time, this second, the Lord is going to change it. ഇപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ ദൈവം ആ മാറ്റം കൊണ്ടുവരികയാണ്. ചില കാണാത്ത കാര്യങ്ങൾ അവൻ ഈ ആഴ്ചയിൽ കാണാൻ പോവാ. The things that he has not seen till now, he is going to see this week itself. I sense in the life of Thomas Chan and Annie Mama, തോമസ് ചാന്റെയും ആനിമാമയുടെയും ജീവിതത്തിൽ Lord is going to change some things in your home. നിങ്ങളുടെ ഭവനത്തിൽ ചില കാര്യങ്ങൾ ദൈവം മാറ്റുവാൻ പോകുന്നു. He's going to restore and reconcile. ദൈവം ഒരു നിരപ്പിന്റെയും ഒരു യഥാസ്ഥാനപ്പെടുത്തലിന്റെയും അനുഭവം There കൊണ്ടുവരും. is going to be an infilling of the Holy Spirit in your home. പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവിന്റെ അനുഭവം ആ ഭവനത്തിൽ വരുവാൻ പോകുന്നു. Some people coming into your home will sense the power of the Holy Spirit. നിങ്ങളുടെ ഭവനത്തിൽ വരുന്ന ചില വ്യക്തികൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി കാണും. Annie Mamയുടെ കർത്താവ് പറയുന്നു, The Lord is saying to Annie Mama, you are going to be a spokesperson of the Holy Spirit. താങ്കൾ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രസംഗിക്കുന്ന വ്യക്തിയായി മാറും. പത്രോസ് എഴുന്നേറ്റതുപോലെ ഒരു ദിവസം you will stand up and say repent, hallelujah. As Peter arised one day and spoke, you will say about the repentance of the Lord. Your family will have something to do with the end time revival. അന്ത്യകാല ഉണർവിൽ താങ്കളുടെ കുടുംബത്തിന് ചില കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. The Lord is saying, I will shake your family. ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ കുടുംബത്തെ രൂപപ്പെടുത്തും. Some unbelievers are going to come into the presence of God because of your family. താങ്കളുടെ കുടുംബ മുഖാന്തരം ചില അവിശ്വാസികൾ ദൈവമുഖത്തേക്ക് വരും. Sam Chan and Minimamയുടെ ജീവിതത്തിൽ, In Samson and Minimama's life, I know what you have lost in the yesteryears. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് എന്ത് നഷ്ടമായെന്ന് ഞാൻ The മനസ്സിലാക്കുന്നു. Lord is saying, കർത്താവ് പറയുന്നു, I'm going to release a comfort into your home. ഞാൻ നിങ്ങളുടെ ഭവനത്തിൽ ഒരു വലിയ ആശ്വാസം ഒഴുക്കുകയാണ്. Your bed of tears, നിങ്ങളുടേതായിട്ടുള്ള ആ വിഷാദത്തിൻ്റെതായിട്ടുള്ള കിടക്ക the Lord will turn it around. ദൈവം അതിനെ മാറ്റുന്നു. Hallelujah. Hallelujah. You will hear the voice of God echoing in the nations. രാജ്യങ്ങളിലേക്കുള്ള ആ ദൈവത്തിൻ്റെതായിട്ടുള്ള ശബ്ദം മുഴങ്ങുന്നത് അവിടെ കേൾക്കുവാനിട വരും. The legacy, there is a legacy in your home. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പാരമ്പര്യമുണ്ട്. You are thinking it is gone. അത് നിങ്ങൾ പോയി എന്ന് ചിന്തിക്കുന്നു. But the Lord is saying, just like a spoon stirs up the sugar, so am I going to stir up some legacy things in your life. ഒരു സ്പൂൺ ഉപയോഗിച്ച് എങ്ങനെ പഞ്ചസാര ഇളക്കുന്നോ അതുപോലെ ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു പൈതൃകത്തെ ഇളക്കാൻ പോകുന്നു. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. In Jesus name we bless. ബിജോയുടെ നേഹയുടെ ജീവിതത്തിൽ, In Bijo's and Neha's life, കർത്താവ് പുതിയ ഒരു അധ്യായം തുടങ്ങുന്നു. the Lord is doing a new chapter. യേശുവിന്റെ നാമത്തിൽ. In Jesus name. The Lord is saying, കർത്താവ് പറയുന്നു, I am going to start a new chapter in your ഞാനൊരു life. പുതിയ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നു. You have think, Lord, I have come to the end of it. നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞങ്ങൾ അവസാനത്തിലേക്ക് വന്നിരിക്കുന്നു. But there is a new chapter being written. എന്നാൽ എഴുതപ്പെടുന്ന ഒരു പുതിയ അധ്യായം. I sense Neha being an intercessor across the nations. രാജ്യങ്ങളിലേക്കുള്ള ഒരു ഇന്റർസെസറായിട്ട് ഞാൻ നേഹയെ കാണുന്നു. The Lord is opening Europe for you. താങ്കൾക്ക് വേണ്ടി യൂറോപ്പ് ദൈവം തുറക്കുന്നു. Scandinavian nations to you. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ തുറക്കുന്നു. From Russia to the ends of the earth. റഷ്യ മുതൽ ലോകത്തിന്റെ അറ്റം വരെയും You will preach to the nations. രാജ്യങ്ങളിലേക്ക് താങ്കൾ പ്രസംഗിക്കും. As a family, you will stand before kings and queens. കുടുംബമായി നിങ്ങൾ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും മുമ്പാകെ നിൽക്കും. In Jesus' mighty name. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ. Amen. ആമേൻ.